ഇന്ന് നമുക്കൊരു ത്രില്ലർ പടം കാണാം. ഒരു കില്ലറുടെ കഥന കഥ. പടത്തിന്റെ പേര് രാക്ഷസി ദ ലേഡി കില്ലർ. ഈ ഷാബൊക്കെ എന്നാ തീരുന്നേ? ഈ പടം തുടങ്ങുന്നത് ഒരു ഫോൺ കോളിൽ നിന്നാണ്. എവിടെയാ സ്ഥലം? ഞങ്ങൾ ഉടനെ വരാം. എന്നിട്ട് അയാൾ ഇത് ഈ മാഡത്തിനെ വിളിക്കുകയാണ്. 3 സ്റ്റാർ കാറിൽ സ്ലോ മോഷനിൽ BGM ഒക്കെ ഇട്ട് ഇറങ്ങി വരുന്ന ഈ മാഡമാണ് നമ്മുടെ കഥയിലെ നായിക. ആരാണ് മറ്റേ പോലീസുകാരനെ വിളിച്ചത്? എന്താണ് സംഭവം? ഈ മാഡം എവിടേക്കാണ് നടന്നു പോണത്? നിന്നോട് അവസാനമായി ചോദിക്കുക, നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? അത് ശരി, ഈ ഗുണ്ടകളൊക്കെ കൂടെ ഒരു പാവം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? അല്ല, ഇവരൊക്കെ എന്താ ഫോട്ടോക്ക് പോസ് ചെയ്യണോ? നിനക്കിനി ഒരു 5 മിനിറ്റ് സമയം മാത്രം. അതെന്താ സമയം മാത്രം വേറെ പറയണത്? ആ ഡയലോഗ് മൂപ്പര് പറയാൻ മറന്നു പോയതാ തോന്നുന്നു. നിനക്കിനി ഒരു 5 മിനിറ്റ് സമയം മാത്രം. സമയം മാത്രം. നീ പിന്മാറുന്നതാ നല്ലത്. എന്റെ അടുത്തേക്ക് വന്നാ ഞാൻ കത്തിക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ട മേഡല്ലേ? ഇവരെന്താണ് ഈ കാട്ടണത്? ഓ, നേരെ പോയിട്ട് അവന്മാരെ പിടികൂടാൻ ശ്രമിച്ച ആ കുട്ടിയെ അവര് കത്തിക്കും. അതുകൊണ്ട് ചിലപ്പോ അവന്മാരെ പിന്നിക്കൂടെ വന്ന് പിടികൂടാനുള്ള പ്ലാൻ ആയിരിക്കും. മേഡത്തിന്റെ ബുദ്ധി അപാരം തന്നെ. ഇതെന്തത്, പറക്കാണോ? ഇവന്മാരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കാനായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് വലിഞ്ഞു പിടിച്ച് സ്റ്റെയർ കേസ് ഒക്കെ കയറി ഓടിച്ചാടി വരേണ്ട കാര്യം ഉണ്ടാവും. മറ്റേ പോലീസുകാർ വന്ന പോലെ നേരം ഇങ്ങോട്ട് വന്നാ പോരെ? ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അങ്ങനെ മേഡത്തിന്റെ അടി കൊണ്ടവരൊക്കെ സൂപ്പർമാനെ പോലെ പറക്കാണ്. കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഗുണ്ടകളൊക്കെ വാങ്ങിയ കാശിന് നന്നായിട്ട് അടി കൊണ്ട് സഹകരിക്കുന്നുണ്ട്. ഏയ് വീഴല്ലേ. ഇത് അയാളെ അടിക്കുകയാണോ അത് അയാൾക്ക് മസാജ് ചെയ്ത് കൊടുക്കണോ? എന്തായാലും പാവങ്ങൾ നന്നായിട്ട് അടി വാങ്ങിയിട്ട് സഹകരിക്കുന്നുണ്ട്. അയ്യോ, ഇങ്ങനെയൊന്നും തല്ലല്ല ആ പാവങ്ങളെ. പതുക്കെ തല്ല്, അവർക്ക് വേദനിക്കും. ഇവർക്ക് ആ വണ്ടിയിൽ തന്നെ കയറിപ്പോയ പോരെ? ഇനി ഇവരെങ്ങനെയാണ് തിരിച്ചു പോവുക? ഇവരിത് എങ്ങനെയാണ് പോണത്? അതിന്റെ ഉള്ളിൽ ആരാള്? നമ്മുടെ മാഡം സ്ലോ മോഷനിൽ നടന്നു വരുമ്പോ പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ്. അങ്ങനെ കഥ തുടങ്ങുകയാണ്. ഇതാണ് അശ്വനി, എ ഇന്റർനാഷണൽ ബിസിനസ് ലേഡി. I'm going to start up another international level business here. ഇവർക്കൊരു അസിസ്റ്റന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. And what about my bungalow? ആ പറച്ചില് കേട്ടാ തന്നെ അറിയാം ഇവർക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ല. Can you please? ഈ ട്യൂണ് ഞാൻ എവിടെയോ. ഇവർ ഇന്റർനാഷണൽ ബിസിനസ് ലേഡി ആണെന്നൊക്കെയാണ് ഇവർ പറയണത്. പക്ഷെ എന്ത് ബിസിനസ് ആണ് ഇവർ ചെയ്യണത് എന്ന് മാത്രം ഈ പടത്തിൽ പറയണില്ല കേട്ടോ. മാം, നമ്മുടെ പുതിയ ബിസിനസിന് വേണ്ടി 1-2 പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വൈഡ് റേഞ്ചിലാണ് ഈ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്. I think they are suitable for our business plan. I'm going to start up another international level business here. സമാനമായ ക്രിമിനൽ അറ്റംപ്റ്റ്സ് ഇനിയും ഈ സിറ്റിയിൽ ഉണ്ടായേക്കാം. മാഡം ഡയലോഗ് പറയാണോ അതോ അത് കടിച്ചു പൊട്ടിക്കുകയാണോ? അത് അന്വേഷിച്ച് കൺഫേം ചെയ്യണം. ആ കുട്ടിയുടെ കണ്ടീഷൻ എല്ലാവരും കുറച്ചുകൂടി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആവണം. ഇതിൽ ഈ ഒരു BGM മാത്രമേ ഉള്ളൂ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. പടത്തിന്റെ തുടക്കം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ഇത് ബസിന്റെ ഹോണാണോ അതോ BGM ആണോ? എന്റെ ഈ ബിസിനസ് സംരംഭത്തിൽ താങ്കൾ പറയുന്ന ബഡ്ജറ്റിൽ ഒരിക്കലും പാർട്ട്ണർ ആകാൻ സാധിക്കില്ല. എന്താണ് നിങ്ങളുടെ ബിസിനസ് സംരംഭം? അത് പറയൂ. അതിപ്പോ പറയാൻ കഴിയില്ല. ലുക്ക്, ഞാൻ വൈഡ് റേഞ്ചിലാണ് ഈ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്. ഏത് ബിസിനസ്? അതൊക്കെ ഉണ്ട്. അശ്വനിക്ക് ഇപ്പൊ ഒരു ബിസിനസ് പാർട്ണർ വേണം. ആരാണ് അശ്വനിയുടെ ബിസിനസ് പാർട്ണർ? ഇവരെന്താ കരോളിന്റെ ആൾക്കാരാണോ? ഡോറ് തുറന്നപ്പോഴേക്കും ഒരു കൊട്ടലൊക്കെ. Oh hi, please be seated. ഇതൊക്കെ ഒരു BGM. ബിസിനസ് ടുഡേയിൽ ഞാൻ നിങ്ങളെ കുറിച്ചുള്ള ആർട്ടിക്കിൾ കണ്ടിരുന്നു.
നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസം കേട്ടോ. VSA, the top business group in the city. ഇവര് 3 പേരാണ് VSA ഗ്രൂപ്പിന്റെ മുതലാളിമാര്. ഇത് ഡോക്ടർ വസീകരൻ ഉണ്ടാക്കിയ രണ്ടാമത്തെ റോബോട്ട് അല്ലാട്ടോ. VSA ഗ്രൂപ്പിന്റെ തലച്ചോറായ വിശ്വമാണിത്. വിശ്വം. മാഡം, ഐ ആം വിശ്വം. Okay. ഐ എം സ്റ്റാൻലി. ആ സ്റ്റാൻലി ഒക്കെ ഉണ്ടല്ലോ. ഐ എം സ്റ്റാൻലി. ഐ ആം അശോക്. So, what's the deal? നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അധികം ഞങ്ങൾക്ക് തരാൻ കഴിയും. എന്ത് തരുന്നാണ് ഇയാള് പറയണത്? We are going to be partners. താങ്ക്സ് ഫോർ കൺസിഡറിംഗ് us as your partners. എന്തോന്നാ താങ്ക്സ് ഫോർ കൺസിഡറിംഗ് us as your. അസസോ? എന്താ അസസ്? അറിയില്ലെങ്കിൽ എന്തിനാണ് പറ്റാത്ത പണിക്കൊക്കെ നിക്കണത്? പഠിച്ച ഇംഗ്ലീഷ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അശോക് ഡയലോഗൊക്കെ വേഗം പറഞ്ഞു തീർക്കാൻ കേട്ടോ. A happy news for you. A new business deal is on with an international business magnate. Is it truth? ഇയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഏലോ കായം ചുരം നിസ്സാര സംഭവമൊന്നുമല്ല. അവർ ഇന്റർനാഷണൽ ബിസിനസ് ലേഡിയാണ്. ഇവർ ഇന്റർനാഷണൽ ബിസിനസ് ലേഡി ഒക്കെയാണ്. പക്ഷെ ഇവര് ചെയ്യണ ബിസിനസ് എന്താന്ന് ഇതിന്റെ ഡയറക്ടർക്ക് മാത്രമേ അറിയൂ. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അത് എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. And we have arranged a grand party here. Enjoy yourself. ഇത് ബിസിനസ് പാർട്ടിയാണോ അതോ ബാറാണോ? ഒരു ബിസിനസ് തുടങ്ങുമ്പോ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പാർട്ടി വെക്കൂ? ഇവരൊക്കെ കൂടി എന്ത് ബിസിനസ് ആണ് നടത്താൻ പോണതെന്ന് ഇപ്പൊ എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. അതാദ്യം ഈ പടത്തിന്റെ ഡയറക്ടർക്ക് പറഞ്ഞു കൊടുക്ക്. കാലം മാറിയത് അറിയാണ്ട് ഓരോന്ന് പടച്ചു വിട്ടോളും. ഇന്നലത്തെ പാർട്ടി ഫംഗ്ഷൻ ഗംഭീരമായിരുന്നു. പിന്നെ ഫംഗ്ഷന് എന്റെ സ്ഥിരം ബ്രാൻഡ് 2 ഞാൻ വീശി. ആ അത് നമ്മൾ കണ്ടു. എന്നാലും അവളുടെ ചേഞ്ച് ഓവർ ഐ കാൺ ബിലീവ്. എന്തായാലും എല്ലാം പറയുന്നുണ്ട്. എന്നാ പെണ്ണ് വന്ന് തുള്ളിയതും കൂടി പറ. എന്താ അത് പറയണില്ലേ? നാവ് ഇറങ്ങിപ്പോയോ? ഐ കാൺ ബിലീവ്. ഒരു സത്യവാൻ അയ്യപ്പൻ നായർ വന്നിക്കണു. ഓ ബിസിനസ്സുകാർ മാത്രമല്ല, ഈ പോലീസുകാർ വിചാരിച്ചാലും ഇവിടെ മിറാക്കിൾസ് ഉണ്ടാകും. അതെന്ത് കാറ്? പോലീസുകാർ. ഈ പോലീസുകാർ വിചാരിച്ചാലും ലെറ്റ്സ് സീ. ലെക്സിയോ? ഓ ലെക്സി. ലെറ്റ്സ് സീ. ഈ പടത്തിലുള്ള ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. എന്നാലും അവർ ഇംഗ്ലീഷ് പറയണത് നിർത്തില്ല കേട്ടോ. അശോക്, why are you using this all the time? You know my problems, right? Problems ആർക്കാരില്ലാത്തത്. നീ കുറച്ചുകൂടെ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏയ് ഇയാളെന്താ കടിക്കോ? Shut up. ഞാൻ അവസാനമായി പറയാണ്. You should both have to be serious about that. ഈ സെന്റ് ജോസഫ് കോളേജിന് മുന്നിൽ ബ്ലേഡ് രാജ കുട്ടികൾക്ക് ഡ്രഗ്സ് കൊടുക്കുന്നു മാഡം. പോലീസ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് പറയാണ്. ഇയാള് പോലീസല്ലേ? ഇയാൾക്ക് പോയിട്ട് പിടിച്ചൂടെ? അത് പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം പറയണോ? നിങ്ങൾ ഉടനെ എത്തണം. ഓവർ തന്നെ ഇതൊക്കെ. A few moments later. ഏയ് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ കാറിൽ തന്നെ ഈ ബസ്സിനെ ചേസ് ചെയ്ത പോരെ? ഇതിന്റെ കാര്യമൊന്നും പറയാനൊക്കത്തില്ല സാറേ. ഒരു ബോധമില്ലാത്ത സാധനം. എന്തൊക്കെയായാലും ബസ്സിന്റെ ഡ്രൈവറെ സമ്മതിക്കണം കേട്ടോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അയാൾ വണ്ടി നിർത്തുന്നില്ല. അത് പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം പറയണോ? അല്ലേ ഈ ഉണക്കപ്പടത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് ഇപ്പൊ ഒരു ദിവസത്തെ ഓട്ടം കളയല്ലേ? ബാഹുബലി എന്നല്ലല്ലോ എടുക്കണ്. ഒടുവിൽ ഏതോ ഒരു സ്റ്റോപ്പ് വന്നപ്പോ അയാൾ വണ്ടി നിർത്തി. ആ പതിവ് പോലെ നമ്മുടെ പോലീസ് വണ്ടി വന്നിട്ടുണ്ടല്ലോ. ഇവർക്ക് ഇതിൽ കേറിപ്പോയ പോരെ? ഇനി ഇവരെങ്ങനെ തിരിച്ചു പോവാനാണ്? ബസ്സിലോ? അല്ല ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ചീപ്പ് ഷോ ഇറക്കണത്? ഇതൊന്നും ആരും നോക്കണില്ല മാഡം. നിങ്ങൾ വേഗം ജീപ്പിൽ കയറി പോവാൻ നോക്ക്. ആ മറ്റേ ബസ് പോയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഹോണടിയൊക്കെ കേൾക്കാണ്ട്. എക്സലന്റ് വർക്ക് സുപ്രിയ. താങ്ക് യു സർ. ഇന്റർനാഷണൽ ലെവലിലുള്ള 20ഓളം കമ്പനികളുമായി എനിക്ക് കോൺടാക്ട് ഉണ്ട്. മതി, എനിക്ക് നിങ്ങളുടെ തിയറി ഒന്നും കേൾക്കണ്ട. മാഡം, ഈ 20-ന് എന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും വരണം. യു ഷുഡ് ഡെഫിനറ്റ്ലി കം. ഷുവർ. മോളുടെ അടുത്ത് എന്റെ വിഷസ് അറിയിക്കണം. തീർച്ചയായും. അതാ പാർട്ടിക്ക് പോകുമ്പോ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് തൊള്ള തുറന്ന് പറഞ്ഞാ പോരെ? ബട്ട് മേഡത്തെ കണ്ട മാരീഡാന്ന് പറയില്ല. യു ആർ ലുക്കിംഗ് ലൈക്ക് ആൻ ഇന്റർനാഷണൽ മോഡൽ. മുഖത്തൊരു വായും അതിന്റെ ഉള്ളിൽ ഒരു നാക്കും ഉണ്ടെന്ന് വെച്ച് എന്തും അങ്ങോട്ട് വിളിച്ചു പറയരുത്. Many happy returns of the day, Mole. Thank you, Auntie. I need a special gift from you. Oh, yes, sure. A few moments later.
ഇതാണോ സ്പെഷ്യൽ ഗിഫ്റ്റ്? ഈ ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് കിട്ടിയിട്ട് എന്ത് കാര്യം? പ്രതീക്ഷിക്കണ ഗിഫ്റ്റ് കിട്ടണ്ടേ? ആ കുട്ടിയുടെ നല്ലൊരു ദിവസം കോളാക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട്. ഇവരുടെ ഈ പാട്ടൊന്നും ആർക്കും വേണ്ട, ഇതൊന്നും ആരും മൈൻഡ് ചെയ്യണില്ല. ഇപ്പൊ പാടിയത് പാടി, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാഡത്തിന്റെ പാട്ട് കഴിഞ്ഞതും പാർട്ട്നേഴ്സിൽ ഒരാളായ അശോക് മരിച്ചു. That was fantastic, auntie. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. That was fantastic, auntie. I'm really happy now. ഓ താങ്ക് യു മോളെ. അശോക് സാർ അവിടെ മരിച്ചു കിടക്കുന്നു സാർ. അല്ല, ഇതിപ്പോ എത്രാന്ന് വെച്ചാ കേട്ടിരിക്കുക, അയാളൊരു മനുഷ്യനല്ലേ. അങ്ങനെ അശോക് വധക്കേസ് നമ്മുടെ സുപ്രിയ മാഡം ഏറ്റെടുക്കുകയാണ്. അവര് നേരെ ബർത്ത്ഡേ പാർട്ടിയിൽ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന അശ്വിനിയെ കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ അവിടെ പാട്ടൊക്കെ പാടിയെന്ന് കേട്ടു. യെസ്, ആ കുട്ടിയൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പണ്ടെന്നോ പാടി മറന്നൊരു ഗാനം. പണ്ടെങ്ങോ പാടി മറന്ന പാട്ടാണെങ്കിൽ പിന്നെ അന്ന് എങ്ങനെയാന്നാവോ അത് ഓർമ്മ വന്നത്? പണ്ടെന്നോ പാടി മറന്നൊരു ഗാനം. അല്ല, ഈ പാട്ടൊക്കെ പാടിയിട്ട് മറക്കന്നെയാണ് നല്ലത്, വെറുതെ ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കാൻ. ലുക്ക് ഓഫീസർ, ഞാനൊരു ഇന്റർനാഷണൽ ബിസിനസ് വുമൺ ആണ്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്നാലും അവൻ ഐ കാൻ സഫർ. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദം. അവന് വേണ്ടി നമ്മൾ അതെങ്കിലും ചെയ്യണം. എന്നാലും ഹു ഈസ് ദാറ്റ് ബാസ്റ്റർഡ്? അയാള് നിങ്ങളുടെ ഫ്രണ്ടാണെന്നല്ലേ കുറച്ചു മുന്നേ നിങ്ങൾ പറഞ്ഞത്? അജ്ഞാതനായി നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ആ കില്ലർ. ഓ, കില്ലറിനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. എന്തെങ്കിലും പറയുമ്പോ നേരാവണ്ണം പറയണം, അല്ലാതെ ഇതുപോലെ തലയും വാലും ഇല്ലാതൊക്കെ ഡയലോഗ് പറഞ്ഞാ ഇത് കാണുന്നവർക്ക് മനസ്സിലാവണ്ടേ? അതിനാരിതൊക്കെ കാണൂലേ? അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ആലോചിച്ചില്ല. എന്തായാലും എല്ലാവരെയും ഒന്നുകൂടി സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ കുറച്ചു നേരത്തെ കോമഡിക്ക് വേണ്ടിയിട്ടാണോ ചോദ്യം ചെയ്തത്? ഷട്ട് അപ്പ് സ്റ്റാൻലി. ഈ സിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയ നമ്മളെ അവൻ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ വയനാട്ടം നിങ്ങൾ എത്തുന്നതിന് മുൻപേ എത്തുമോ? ഒരു തുള്ളി മധുകണമലിയും പോലെന്നിൽ ഉരുകി നിൽ. ഇത് പാട്ടാണോ? ഇത് പറഞ്ഞ പോരെ? നഭസിലൂടെ പരിണയരാവുകൾ. ഇതെന്തത്, രാമായണം വായിക്കാണോ? ചേട്ടന് വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? ഇയാള് വലിയ പാട്ടുകാരനാ, നന്നായിട്ട് രാമായണവും വായിക്കും. കരവലയങ്ങളിൽ മൗനങ്ങൾ മറയിട്ടു പുഞ്ചിരിച്ചോ. എന്ത് തല്ലിപ്പൊളി പാട്ട്! ഇതെന്താ, ജിമ്മിന്റെ പരസ്യോ? ഓരോ അപ്ഡേറ്റ്സും എന്നെ അപ്പപ്പോ അറിയിക്കണം. ഫോണിൽ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിനെ അറിയിക്കണമെന്നാവോ? അറിയിക്കണം. മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് മിസ് അശ്വിനി ഓർമ്മയുടെ വീട്ടിൽ വെച്ച് കോൾ അറ്റൻഡ് ചെയ്തതായിട്ടാണ്. തെളിവുകളെല്ലാം അശ്വിനിക്കെതിരാണ്. സോ അശ്വിനിയെ പിടികൂടാൻ വേണ്ടി ഓഫീസർ സുപ്രിയ രാത്രി ഇറങ്ങിത്തിരിക്കുകയാണ്. Tell me the truth. Who are you? You are under arrest. ഇനി ഒരു അടുക്കള ഫൈറ്റ്. A few moments later. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോടാ? What? Do you remember this guy? Satish Verma. And I'm his wife. നമ്മൾ നേരത്തെ കണ്ട ഇവനാണ് അശ്വിനിയുടെ ഭർത്താവ്. ഇയാളെ VSA ഗ്രൂപ്പിലെ ഈ പൊട്ടന്മാരൊക്കെ കൂടി ചതിച്ചു കൊന്നു. അങ്ങനെ അയാളെ ചതിച്ചവരെ ഈ പെണ്ണും കൊന്നു. ഇതാണ് സംഭവിച്ചത്. ഞാൻ എങ്ങനെയാണ് ഇതറിഞ്ഞതെന്ന് നിനക്ക് അറിയണ്ടേ? വേണ്ട. നീ കഴിച്ച മദ്യത്തില് ഞാൻ വിഷം ചേർത്തിരുന്നു. I will show you. എന്ത് ചോരെ? I will show you. അങ്ങനെ എല്ലാവരും ചത്തു തൊലഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ പതിവ് പോലെ പോലീസ് വന്ന് അശ്വിനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. I can understand Ashwini, but the rules. Come with me. പടത്തിന്റെ പേര് രാക്ഷസി ദ ലേഡി കില്ലർ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി കില്ലർ ഒരു ലേഡിയാണ്. ഈ സിനിമയിൽ ഇപ്പൊ ലേഡി കഥാപാത്രങ്ങളിൽ 2 പേരാണ് ആകപ്പാടെ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് പോലീസുകാരിയാണ്, പിന്നൊന്ന് അശ്വിനി മാഡം. അപ്പൊ പിന്നെ അവരാണ് കില്ലർ എന്ന് നമുക്ക് തുടക്കത്തിലേ മനസ്സിലാവും. ഇതെങ്ങനെ മനസ്സിലായി?
അത് മനസ്സിലാക്കാൻ ഇപ്പൊ 7-ാം അറുപത്തെ പോലെ വെള്ളത്തിൽ കിടക്കൊന്നും വേണ്ട, സാധാരണക്കാരന്റെ ബുദ്ധി മതി. പിന്നെയുള്ള 1/2 മണിക്കൂർ ഈ പടത്തിന്റെ മേക്കിംഗ് സീൻസ് ഒക്കെയാണ് കേട്ടോ. ഈ പടം തന്നെ സഹിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് അതിന്റെ മേക്കിംഗ്. ഓ മൈ ഗോഡ്, ഇത് കയറിട്ട് ചാടിയതായിരുന്നോ? ഞാൻ വിചാരിച്ചു ഒറിജിനൽ ആയിട്ട് എടുത്ത് ചാടിയതാണെന്ന്. ഒന്ന് എടുത്തോണ്ട് പോടോ. ഈ സിനിമയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇറക്കണത്? അല്ല, അത് സിനിമയാണത്. ഇതൊക്കെ ആരാണ് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പോണത്? Who is that bastard? കാലം മാറുന്നുണ്ട്.